എല്ലാവർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ 27-ാം തീയതിയാണ് നിങ്ങളുടെ USSൻ്റെ പരീക്ഷ. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയെന്നറിയാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്സ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതാണ് ചോദ്യം കണ്ട് ഞെട്ടയൊന്നും വേണ്ട. ഇത് ഏത് പാഠത്തിലെയാണ് മക്കളെ ചോദ്യം? ഈ ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എങ്കിൽ ആവർത്തന ഗുണനം എന്ന് പറയുന്ന പാഠത്തിലെ ചോദ്യമാണിത്. അപ്പോൾ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ട ഈ ഡാഷിൻ്റെ അവിടെ വരുന്ന സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 3ൻ്റെ ക്യൂബിൽ നിന്ന് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആര് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ചോദ്യങ്ങളും, വളരെ സിമ്പിളായൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ ഇതൊരു മത്സര പരീക്ഷ എന്നുള്ള കാര്യം മറന്നു പോരുത്. ഈ കേരളത്തിൽ ലക്ഷോപലക്ഷം കുട്ടികൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊരു കോമ്പറ്റിറ്റീവ് ചോദ്യമേ പരീക്ഷയ്ക്ക് വരത്തുള്ളൂ. അപ്പോൾ ഈ ഡാഷിൻ്റെ അവിടുത്തെ സംഖ്യ ഏത് എന്നുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ നല്ലതായിട്ട് ബുദ്ധിമുട്ടുന്നവർ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുവരുന്നൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നു. അവർ വേറെ രീതിയിലും ചിന്തിക്കാൻ കഴിയണം. നോക്കിക്കോണേ, ഈ 3ൻ്റെ ക്യൂബ് എന്ന് പറയുന്ന സംഖ്യ കണ്ടോ, 3³ എന്നതിൻ്റെ ഉത്തരം എന്താ മക്കളെ? 3³ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല്ലേ? 3 × 3 ആണ്, അല്ലെങ്കിൽ 27 ആണെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് ഇനി തൊട്ട് പെട്ടെന്ന് വരണം. 3² എത്ര? 9. 3³ എത്ര? 27. അത് എനിക്ക് 3⁴ എത്ര എന്ന് ചോദിച്ചാൽ കിടന്ന് കൺഫ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്കറിയാം 3³ കൂടെ ഒരു 3 കൂടെ ഗുണിച്ചാൽ മതി. നമുക്കറിയാം 3³ കൂടെ ഒരു 3 ഗുണിച്ചാൽ പോരെ. 3³ ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 27 കൂടെ 3 ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം അത് 81 ആകുന്നു. അപ്പോൾ ഈ കൊടുത്തിരുന്ന ചോദ്യത്തെ നമ്മൾ അങ്ങ് ചേഞ്ച് ചെയ്താൽ ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. 3³ എന്ന് പറയുന്നത് 27 പ്ലസ് ഡാഷ് സമം 81 എന്നിങ്ങനെ ചോദ്യം മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യം ഇതുപോലെ നമ്മൾ അങ്ങ് മാറ്റി. ഇനി നിങ്ങൾ പറയും ഈ ഡാഷിൻ്റെ അവിടുത്തെ സംഖ്യ എന്താണ്? നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെങ്കിൽ ഡാഷിൻ്റെ അവിടുത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ 81-ൽ നിന്നും 27 കുറച്ചാൽ മതി. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 1 മാറിയത് 11 ആകുമ്പോൾ ഈ 8 മാറി 7 ആവും. 11-ൽ നിന്ന് 7 കുറച്ചാൽ 4 ആണ്. 7-ൽ നിന്ന് 2 കുറച്ചാൽ 54. അപ്പോൾ ഈ ഡാഷിൻ്റെ അവിടുത്തെ വരുന്ന സംഖ്യ എന്താ? 54 ആണെന്ന് മനസ്സിലായി. പക്ഷേ ഓപ്ഷനിൽ 54 എന്ന് പറഞ്ഞ സംഖ്യ ഇല്ല. അപ്പോൾ ഏതാണ് ഉത്തരം? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻ ചെക്ക് ചെയ്യാൻ തുടങ്ങും. ഓപ്ഷനിൽ 3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3ൻ്റെ ക്യൂബ് നമുക്കറിയാം 27. അപ്പോൾ അത് 27 പകരം 3³ എന്ന് എഴുതിയേക്കുന്നു. 3⁻1 എന്ന് പറഞ്ഞാൽ ആരാണ്? 3 ആണ്. ഇനി 2 × ആരാണ്? 3³ എന്ന് പറഞ്ഞാൽ 27 ആണ്. 2 × 27 ആരാണ്? 54 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലെ 54 എന്ന് ഉത്തരം വരുന്ന ഓപ്ഷൻ ഏതെന്ന് മനസ്സിലായി? 2 × 3³ ആണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 2 × 3³. അപ്പോൾ ഈ ചോദ്യം പോലെ മറ്റൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരാം. നോക്കിയോ മക്കളെ, ശ്രദ്ധിച്ചൊന്ന് കേട്ടു നോക്കുക. 2³ പ്ലസ് 2³ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്തോ? 2³ 2³ കൂട്ടിയാൽ എത്ര? നിങ്ങൾ പറ, എല്ലാവരും ചിന്തിച്ച് നോക്കിയാൽ 2³ 2³ കൂട്ടിയാൽ എത്ര? അപ്പോൾ എങ്ങനെയാണ് ഇത് കൂട്ടേണ്ടത്? 2³ കൂട്ടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെയും 2³ ആണ്, ഇവിടെയും 2³ ആണ്. അപ്പോൾ ഒരേ സംഖ്യ കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഗുണനം എന്ന് എഴുതാം. അപ്പോൾ 2³ എന്തെന്ന് എഴുതാം? 2 എന്നെഴുതാം. അല്ലെങ്കിൽ അത് 2⁻1 ആണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആൻസർ എന്തോ? 2⁻4 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 2⁻4 കിട്ടും. എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ 2 ആണ്, അത് എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ ഈ 3 മാറി ഉത്തരത്തിൽ എന്തിട്ടും? 4 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഇത് മനസ്സിലാവാത്തവർക്ക് മറ്റൊരു ചോദ്യമായിട്ട് തരാം. നോക്കടാ, 3² പ്ലസ് 3² എന്ന് എഴുതിയാൽ പോരാ, ഒരു 3² കൂടെ എഴുതണം. അപ്പോൾ നമുക്ക് ഉത്തരം എന്തെന്ന് എഴുതാൻ പറ്റും? 3³ എന്ന് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇവിടെ 3 എന്ന സംഖ്യയാണ് വന്നത്. അത് എത്ര തവണ വന്നിട്ടുണ്ട്? 3 തവണ വന്നിട്ടുണ്ടെങ്കിൽ ഈ മുകളിലത്തെ പവർ മാറി എന്താവും? 3 ആവും. കണ്ടോ, ഇതൊരു എളുപ്പ വഴിയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നമുക്ക് 5³ പ്ലസ് എത്ര 5 വേണമായിരിക്കും? 5 എണ്ണം. 5³ പ്ലസ് എന്ത് വരും? 5³ എന്ന് എഴുതിയാൽ ആൻസർ എന്തായിരിക്കും മക്കളെ? 5⁴ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് ചെയ്ത് കാണിച്ചു തരാം. 5³ എത്ര തവണ 5³ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര തവണയുണ്ട് 5³ 5 തവണ. അപ്പം 5⁻1. അപ്പോൾ ആൻസർ എന്ത് തന്നെ വരും? 5⁴ എന്ന ഉത്തരം വരും. അപ്പോൾ ഈ കുഞ്ഞു ട്രിക്ക് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാൻ നിങ്ങൾക്ക് വളരെ ഉപയോഗം
ആകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പഠിച്ചു വെച്ചേക്കുക. 3 ക്യൂബിൽ നിന്നും എന്ത് കൂട്ടിയാൽ 3⁴ കിട്ടും എന്നുള്ള ചോദ്യോത്തരം എന്താണ്? 2 × 3 ക്യൂബ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചിന്തിക്കാം, 3 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് 3 ക്യൂബ് എന്തായിരിക്കും എന്നറിയാം? 3⁴ ആയിരിക്കുമെന്ന് നമ്മളിപ്പോൾ ഷോർട്ട് കട്ടിലൂടെ പഠിച്ചു കഴിഞ്ഞതാണ്. അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ 3 ഉണ്ട്. ഈ 3 ക്യൂബിന് പകരം നമ്മൾ എന്ത് എഴുതാം? 2 × 3 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. therefore ഇതായിരുന്നു നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വന്നത്. കണ്ടോ? അപ്പോൾ ഈ ഒരു കാര്യം അറിയുന്ന ആൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു തുടങ്ങണമെങ്കിൽ ലൈക്ക് ചെയ്തോ. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ഈ ഒരു വീഡിയോയിലെ അടുത്ത ചോദ്യം എന്തോ മക്കളെ? താഴെ തന്നിരിക്കുന്നവയിൽ ഇരട്ട സംഖ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് സംഖ്യ? ഇരട്ട സംഖ്യ. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അറിയായിരിക്കുമല്ലോ, മനസ്സിലായി കാണുമല്ലോ. ഈവൻ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്? ഈവൻ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച്, ഈ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 × 3 മീൻസ് ആരാണ്? 27. 27 ഒരു ഈവൻ നമ്പറാണോ? അല്ല. അപ്പോൾ ഇത് അല്ല നമ്മുടെ ഉത്തരം. അടുത്ത 3 ക്യൂബ് പ്ലസ് 3 എന്ന് പറയുമ്പോൾ ആരാ? 3 ക്യൂബ് 27 ആണെന്നറിയാം. അതിൻ്റെ കൂടെ 3 കൂട്ടുക. 27 + 3 എന്തുവാണ്? 30 ആണ്. അപ്പോൾ നമ്മുടെ ഇരട്ട സംഖ്യ എന്ന് പറയുന്ന ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആരാണ്? 3 ക്യൂബ് പ്ലസ് 3. വളരെ സിമ്പിളാണ്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് പഠിക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. മറ്റൊരു ചോദ്യം. അപ്പോൾ ഇപ്പോൾ പഠിച്ച ചോദ്യം. അപ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഐഡിയ കിട്ടിക്കാണും. പറയാം മക്കളെ, ഇവിടുത്തെ ഡാഷിൻ്റെ ഉത്തരം എന്തോ? 4 ക്യൂബ് + 4 ക്യൂബ് + 4 ക്യൂബ് 4നെ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? നിങ്ങൾ കണ്ണും പൂട്ടി പറയും, സാറേ ഇത് 4 എണ്ണം ഉണ്ട്. 1 2 3 4 എണ്ണം ഉണ്ട്. 4 എന്ന സംഖ്യയാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 4 ഈ 3 മാറ്റി എന്ത് കൊടുക്കും? 4 എന്ന് കൊടുക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ അറിയാമല്ലോ. അല്ലെങ്കിൽ ഇത് ചെയ്തു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 4 ക്യൂബ് ഇൻറ്റു എന്തെന്ന് എഴുതണം? എത്ര 4 ക്യൂബ് ഉണ്ട്? 4 എണ്ണം. അപ്പോൾ 4 ക്യൂബ് ഇൻറ്റു 4 എന്ന് പഠിക്കുക. അപ്പോൾ എന്തെന്ന് വരും? 4⁴. അവിടെ ആൻസർ 4⁴ എന്ന് വരും. ഇപ്പോൾ ഷോർട്ട് കട്ട് പഠിച്ചാൽ സ്പീഡ് കൂട്ടാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഷോർട്ട് കട്ടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം. 2⁻100ൻ്റെ എന്ത് കണ്ടുപിടിക്കണം? പകുതി മീൻസ് ഇംഗ്ലീഷിൽ എന്താ? ഹാഫ് എന്ന് വിളിക്കും. അപ്പോൾ ഏതാണ് ഹാഫ്? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ 2⁻100ൻ്റെ ഹാഫ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിൽ കയറി പിടിക്കരുത്. 2⁻50 എന്ന് തോന്നും പലർക്കും, പക്ഷേ ഇതല്ല ആൻസർ എന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. അപ്പം 2⁻100ൻ്റെ പകുതി അല്ലെങ്കിൽ ഹാഫ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്യണം? പകുതി ഏതൊരു സംഖ്യയുടെ പകുതി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ബൈ 2. ഈ 2ൻ്റെ മുകളിൽ എത്ര വരും? 1 വരും. ഇനി നിങ്ങൾക്കറിയാം, ഇവിടെയും 2 ഇവിടെയും 2 ബൈ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ 100ഉം ഈ 1ഉം കൂടെ എന്ത് ചെയ്യണം? വന്നോ? ഉത്തരം വന്നോ? പറ. എന്ത് കുറയ്ക്കണം? അപ്പോൾ ഉത്തരം 2⁻99 ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ തന്നിരിക്കുന്നതാണ് ചോദ്യം ശ്രദ്ധിക്കുക എല്ലാവരും. ചോദ്യം എന്താണെന്ന് നോക്കിയേ. ചോദ്യം എന്ന് പറഞ്ഞാൽ 5⁻100ന് തുല്യമല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഈക്വൽ അല്ലാത്തതാണ് ചോദിച്ചത്. നോട്ട് ഈക്വൽ ടു 5⁻100ന് ഈക്വൽ അല്ലാത്തത് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നിരിക്കുന്നതാണ് ഓപ്ഷൻ. അങ്ങനെയാണ് നിങ്ങൾ നോക്കണം മക്കളെ. 5⁻20ഉം 5⁻5 കൂടെ ഗുണനമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഉത്തരം എന്തോ? 5⁻25 ആവും. നിങ്ങൾക്കറിയാലോ, 20 5 കൂടെ കൂട്ടി 25 ആവും. ഇവിടെയാണെങ്കിൽ ഉത്തരം എന്ത് വരും? 5⁻60 + 40 എന്ന് വരും. ഉത്തരം 5⁻100 വരും. അപ്പം ഇതിനി അങ്ങോട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തുവാ ചോദ്യം? തുല്യമല്ലാത്തതാണ് ചോദിച്ചത്. 5⁻100 എന്ന ഉത്തരം കിട്ടാത്തതാ ചോദിച്ചത്. ഇവിടെ ഉത്തരം കിട്ടിയില്ലല്ലോ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ തന്നെയായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അങ്ങോട്ട് നോക്കി സമയം കളയേണ്ട ആവശ്യം ഇല്ല. നമുക്ക് അത്രയും സമയമൊന്നും ഇല്ല. തന്നിരിക്കുന്നതാണ് ഒരു അടിപൊളി ഒരു ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വീഡിയോ കാണുന്നവരൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കുക. 10ൻ്റെ സ്ക്വയറിൽ നിന്ന് കുറയ്ക്കണം 9ൻ്റെ സ്ക്വയർ, പിന്നെ കൂട്ടണം 8ൻ്റെ സ്ക്വയർ, പിന്നെ കുറയ്ക്കണം 7ൻ്റെ സ്ക്വയർ, പിന്നെയും കൂട്ടണം 6ൻ്റെ സ്ക്വയർ. അങ്ങനെയുള്ള ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ചോദ്യം കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ചെറിയൊരു കാര്യം അറിയാം. ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരേ ചിഹ്നമുള്ള സംഖ്യകൾ ഒരുമിച്ച് എഴുതുക.
കേട്ടല്ലോ, ഒരേ ചിഹ്നമുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെ? ഇവിടെ 10ൻ്റെ സ്ക്വയർ പോസിറ്റീവാണ്. 8ൻ്റെ സ്ക്വയർ പോസിറ്റീവ് 8 സ്ക്വയറാണ്. അത് നമുക്ക് പോസിറ്റീവാണ് 6ൻ്റെ സ്ക്വയർ, പോസിറ്റീവാണ് 4ൻ്റെ സ്ക്വയർ, പോസിറ്റീവാണ് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതുക കേട്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി നോക്കടാ. 10ൻ്റെ സ്ക്വയർ പ്ലസ് 8ൻ്റെ സ്ക്വയർ പ്ലസ് 6ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ, ഇത് ഒരുമിച്ച് എഴുതുക. ഇനി അടുത്ത നെഗറ്റീവായിട്ടുള്ള സംഖ്യകൾ അടുപ്പിച്ചടുപ്പിച്ച് എഴുതുക. നോക്കിക്കോണേ, നെഗറ്റീവാണ് 9ൻ്റെ സ്ക്വയർ, നെഗറ്റീവാണ് 7ൻ്റെ സ്ക്വയർ, അടുത്ത നെഗറ്റീവാണ് 5ൻ്റെ സ്ക്വയർ, നെഗറ്റീവാണ് 3ൻ്റെ സ്ക്വയർ, നെഗറ്റീവാണ് 1/1. ഓക്കെയാണ്, സെറ്റാണ്, കണ്ടല്ലോ. അപ്പോൾ ഇത് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കി, ഇതെല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ആ നെഗറ്റീവിനെ മുന്നിലേക്ക് എടുത്താൽ ബാക്കി സംഖ്യ പോസിറ്റീവ് ആവും. ഇത് ഏത് ചാപ്റ്റർ നിങ്ങൾക്കറിയില്ലേ? x + y - z എന്നൊക്കെ ഓർമ്മയുണ്ടോ? ആ ചാപ്റ്റർ വന്നെന്ന് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൻസറും കൂടെ ചെയ്ത് പോകാം. നോക്കിക്കോ, ഇതിനകത്ത് ഒരു മാറ്റവും ഇല്ല. 10ൻ്റെ സ്ക്വയർ പ്ലസ് 8ൻ്റെ സ്ക്വയർ പ്ലസ് 6ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയറിന് ഒരു മാറ്റവും ഇല്ല. ഇനി നെഗറ്റീവ് എന്നെടുത്താൽ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ നെഗറ്റീവ് സംഖ്യയും എന്തായിട്ട് മാറും? പോസിറ്റീവ് ആവും. എഴുതിക്കോ, 9ൻ്റെ സ്ക്വയർ പ്ലസ് 7ൻ്റെ സ്ക്വയർ പ്ലസ് 5ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ആൻസർ കിട്ടും. ഇനി സംഖ്യകൾ എഴുതിയാൽ മതി. 10ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 പ്ലസ് 64 പ്ലസ് 36 പ്ലസ് 4ൻ്റെ സ്ക്വയർ എത്ര? 16. ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ 8ൻ്റെ സ്ക്വയർ 64, 6ൻ്റെ സ്ക്വയർ 36, 4ൻ്റെ സ്ക്വയർ 16, അതാണ് എഴുതുന്നത്. പ്ലസ് 4 എന്ന് എഴുതാം. മൈനസ് ബ്രാക്കറ്റിനകത്ത് 9ൻ്റെ സ്ക്വയർ 81 പ്ലസ് 49 പ്ലസ് 25 പ്ലസ് 9 പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ഇനി ശ്രദ്ധിച്ചങ്ങ് കൂട്ടിയാൽ മതി. ഇനി കൂട്ടുമ്പോൾ എളുപ്പവഴിയുണ്ട്. നോക്കിക്കോളെ മക്കളെ, ഇത് 100, അതവിടെ കിടക്കണം, അതിനെ തൊടയേ വേണ്ട. അതുകൊണ്ട് ഈ 64 36 കൂട്ടിയാൽ പിന്നെ എന്ത് വരും? 100, സംശയമൊന്നുമില്ലല്ലോ. അടുത്ത 16 4 കൂട്ടി എത്ര വരും? 20, അതും അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കൂട്ടി നോക്കാം. 81 49 കൂട്ടാൻ പറ്റും. 9 1 10 ആണെന്നറിയാം, 8 40 120 ആണ്. അപ്പോൾ മൊത്തത്തിൽ 130 കിട്ടുമെന്നറിയാം കൂട്ടുമ്പോൾ. അടുത്ത നോക്കടാ, ഇവിടെ 9 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 10. അപ്പോൾ ഇനി കൂട്ടി വെച്ചാൽ പോരെ. നോക്കടാ, 100 200 220. അപ്പോൾ ഈ സൈഡിലെ ആൻസർ 220. മൈനസ് ഏത് മൈനസ് ആണെന്നൊക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയാം. എന്താ ഈ മൈനസ് ആണ്, ഈ മൈനസ് ഇപ്പോൾ ഇട്ട മൈനസ്. ഓക്കെ, ഇനി ഇപ്പുറത്ത് കൂട്ടാനുള്ള എന്തോ 130 130 10 140 140, പിന്നെ ഇവിടെ 25 ഉണ്ട്. 140 25 കൂടെ കൂട്ടിയാൽ 165. അപ്പോൾ 120 നിന്ന് 165 കുറച്ചാൽ മതി. അപ്പോൾ ആൻസർ ഏകദേശം നിങ്ങൾക്ക് കിട്ടിക്കാണും. 0 അല്ല, 100 അല്ല, 225. അപ്പോൾ ആൻസർ എത്ര തന്നെയാണ്? ഇനി കുറച്ചൊന്നും നോക്കേണ്ട സമയമില്ല. ഓപ്ഷൻ ബി ആയിട്ടുള്ള 55 ആയിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് നമുക്ക് കണ്ടുപിടിക്കും. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് കണക്കേണ്ടത്. ഒരിക്കലും ഇനി ഇത് കുറച്ച് നിൽക്കരുത്. കുറച്ചുകൊണ്ടിരുന്ന സമയം പോകുമല്ലേ, എന്തിനാ സമയം പോക്കണേ? നമ്മൾ ആൻസർ ഓപ്ഷനിൽ പോയി നോക്കിയാൽ മതി. കണ്ടോ, ഓപ്ഷനിൽ 100 അല്ല, 25 അല്ല, 0 അല്ല. അപ്പോൾ ആൻസർ 55 തന്നെ ആയിരിക്കുമെന്ന് അങ്ങ് വിചാരിച്ച് കണക്ക് ചെയ്യുക. നമ്മുടെ കണക്ക് OMR ഷീറ്റിൽ കറുപ്പിക്കുക വേണ്ട. ചുമ്മാ ഇരുന്ന് ഈ കണക്കൊന്നും അവർക്ക് കാണേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്ക് വാല്യൂ മതി. ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് പഠിക്കുക, മിടുക്കരാവുക, നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ഓടിവാ, എന്നെ അറിയിക്കണം. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയതൊക്കെ എന്നെ അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വരാൻ കഴിയണം. അതനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പിന്നെയും കാണാം മറ്റൊരു വീഡിയോയിൽ. ശരി എന്നാൽ, താങ്ക് യു, ബൈ.